ബെൽ ഓർക്കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പുതിയ സ്റ്റോക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്ലവറിങ് പ്ലാന്റുകൾ, ബഡുള്ള പ്ലാന്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരാഴ്ച ഒന്നരാഴ്ചക്കുള്ളിലൊക്കെ നമുക്ക് ഫ്ലവർ വിരിഞ്ഞ് കിട്ടുന്ന സൈസുള്ള പ്ലാന്റുകൾ. ഇത് വിരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒറ്റപ്പൂക്കളൊക്കെ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലവറൊക്കെ ആയിട്ട് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സീഡ്ലിങ്സ് എത്തിയിട്ടുണ്ട്. ഫ്ലവറിങ് പ്ലാന്റുകൾ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. നല്ല വലിപ്പമുള്ള യെല്ലോ ഷെയ്ഡാണ് ഈ പ്ലാന്റ് വരുന്നത്. പക്ഷേ നമുക്കറിയാൻ കഴിയുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കളർ ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. പ്യൂർ യെല്ലോ ആണോ എന്നും പറയാൻ പറ്റില്ല. ടാഗില്ല ഫ്ലവറിങ് പ്ലാന്റിലൊന്നും. ചില പ്ലാന്റ്സ് മാത്രമേ നമുക്ക് അറിയാനായിട്ട് കഴിയുള്ളൂ. ഒരു പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ. ഒരു ന്യൂ നോർമൽ എന്ന് പറഞ്ഞ പ്ലാനിൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്. കോമ്പാക്റ്റം വെറൈറ്റിയാണ്. നല്ല ഫസ്റ്റ് ഫ്ലവറിങ് ആണ്. നല്ല അടിപൊളി ഫ്ലവറിങ് ആണ് കേട്ടോ. നല്ല വലിയ പെറ്റൽസ് ഒക്കെ ആയിട്ടുള്ള വലിയ പൂവാണ്. മിനിയേച്ചറാണ്. ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ അത്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പഴയതുപോലെ നമുക്ക് സോണിയയുടെ വെറൈറ്റികൾ വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ഒരുപാട് ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ് കേട്ടോ അത്. നമ്മൾ ബ്രൈഡലിനൊക്കെ മേക്ക് ഓവർ ചെയ്യാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. ഞാൻ എപ്പോഴും പഴയതുപോലെ പറയാറുണ്ട്, ഇത് വളരെ വളരെ ഡാർക്കായിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. നമുക്ക് പെട്ടെന്ന് കഴിയുന്ന ഒരു പ്ലാന്റാണ്. നമ്മളത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ല സൈസുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ പെട്ടെന്ന് ഫ്ലവർ വരുന്ന പ്ലാന്റുകളാണ്. ഒരു 110 രൂപ മാത്രമേ ഈ പ്ലാന്റിനുള്ളൂ കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഡൗട്ടാണ്. നമ്മൾക്ക് സെയിം പ്ലാന്റുകളാണോ, നമ്മൾ സെലക്ട് ചെയ്യുന്ന സെയിം പ്ലാന്റുകൾ തന്നെയാണോ നമുക്ക് വിരിഞ്ഞ് കിട്ടുക എന്നുള്ളത്. കാരണം ചിലയിടത്തുനിന്ന് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 പ്ലാന്റൊക്കെ വാങ്ങിയെങ്കിൽ ഒരു 5 പ്ലാന്റ് 6 പ്ലാന്റൊക്കെ സെയിം കളർ തന്നെയാണ്, ഒരേ കളർ തന്നെ വിരിയുന്നു എന്നുള്ളൊരു ഭയങ്കര ഒരു ഇതുണ്ട് അവർക്ക്. നമ്മളപ്പോൾ നമ്മൾക്ക് പ്ലാന്റ് വരുമ്പോൾ ചെറിയ ചില സീഡ്ലിങ്സിൽ ഇതാ 1-2 ബഡുകളൊക്കെ നമുക്ക് കണ്ടോ ഇതുപോലെ ഉണ്ടാവാറുണ്ട്. ചിലതിൽ മാത്രമേ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള പ്ലാന്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മളത് മാറ്റി വയ്ക്കും. കാരണം ആ കളർ തന്നെയാണോ വിരിയുന്നതെന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് വിരിഞ്ഞ് കിട്ടാറ് സെയിം കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം നമുക്ക് വിരിയുന്നതെല്ലാം നമുക്ക് വരുന്ന കാറ്റലോഗിലെ കളേഴ്സൊക്കെ തന്നെയാണ്. എല്ലാ പ്ലാന്റുകളും ഒരേ വലിപ്പമായിരിക്കണമെന്നില്ല. ഓരോ പ്ലാന്റുകളും ഓരോ വലിപ്പമായിരിക്കും. ഈ പ്ലാന്റുകൾ ഒരു സീസർ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് സീസർ വാരവാൻ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റാണ്. അത് റാബിറ്റ് സീസർ വാരവാൻ ഉണ്ടോ. അതിൻ്റെ ഇലകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. മറ്റു പ്ലാന്റുകളെ പോലെയല്ല, കളർ ഷെയ്ഡ് വ്യത്യാസമുണ്ട്. ഇലകളുടെ ഇതിലൊക്കെ ഭയങ്കര നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും ഈ പ്ലാന്റിന്. ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഒരുപാട് കൊലകുത്തി പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. സീസർ ആയതുകൊണ്ട് നല്ലോണം പൂക്കളുണ്ടാവും ഇതിൽ. 6 മാസം നമ്മൾ കറക്റ്റായിട്ട് ഈ പ്ലാന്റിനെ നമ്മൾ നോക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ 6-ാം മാസം നമുക്ക് ഈ പ്ലാന്റ് നല്ല രീതിക്ക് നമുക്ക് ഫ്ലവർ തരും. നല്ല ബുഷിയായിട്ട് വരുന്നൊരു പ്ലാന്റാണ്. ധാരാളം തൈകൾ ഇതിൽ മുളയ്ക്കും. അത് എല്ലാ പ്ലാന്റുകളും അങ്ങനെയാണ്. പക്ഷേ ഈ 19-19 അല്ലെങ്കിൽ 20-20 അങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ 3 ദിവസം കൂടുമ്പോൾ പ്ലാന്റിന് ഗ്രോത്തിനുള്ളത് കറക്റ്റായിട്ട് 2 മാസം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് 6 മാസം കൊണ്ട് നമുക്ക് ഫ്ലവർ ലഭിക്കും. ചില പ്ലാന്റുകൾ 6 മാസമൊന്നും വേണമെന്നില്ല. ചില പ്ലാന്റുകൾക്ക് വലിപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വലിപ്പമായിരിക്കില്ല നെക്സ്റ്റ് കളറിൽ വരുമ്പോൾ ഒരു പ്ലാന്റിൻ്റെ വലിപ്പം. പക്ഷേ അതിൻ്റെ സ്റ്റെമ്മ് കണ്ടാലറിയാം. അതിൻ്റെ സ്റ്റെമ്മിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. പെട്ടെന്ന് ഫ്ലവർ വരുന്ന ഒരിനാണിത്. ഇങ്ങനത്തെ പ്ലാന്റുകൾ ഈ പ്ലാന്റുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇതിനേക്കാളും സ്റ്റെമ്മ് നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്. പക്ഷേ വലിപ്പം നോക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ് വളരെ ചെറുതാണ്. അതിനേക്കാൾ ഹൈറ്റുള്ള പ്ലാന്റാണത്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് വളം കൊടുക്കുകയാണെങ്കിൽ 6 മാസമൊന്നും വേണ്ട. കറക്റ്റ് ഗ്രോത്തിനുള്ള വളങ്ങൾ മാത്രം സീഡ്ലിങ്സിന് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ 6 മാസത്തിനുള്ളിൽ പ്ലാന്റ് നമുക്ക് നല്ല രീതിക്ക് നമുക്ക് ഫ്ലവർ തരും. 10-ൻ്റെയും 130-ൻ്റെയും പ്ലാന്റുകളാണ് കേട്ടോ. ഓരോ പ്ലാന്റുകളും വെറൈറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് പറയുന്നത്. നോർമൽ വെറൈറ്റിക്ക് 110ഉം സ്പെഷ്യൽ വെറൈറ്റി വരുന്നത് 130ഉം ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 150-ൻ്റെ പ്ലാന്റുകളും 200-ൻ്റെ പ്ലാന്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്.
ഇതിനേക്കാളും ഇത്തിരി കൂടി വലിയ പോട്ടിൽ സെറ്റ് ചെയ്ത പ്ലാന്റുകൾ 150 നമ്മൾ അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം 150 നമ്മൾ കൊടുക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ. ഇതാ നല്ല അത്യാവശ്യം സൈസുള്ള വെറൈറ്റികളാണ് ഈ വന്നിരിക്കുന്നത്. ഈ വലിയ പോട്ടിൽ സെറ്റ് ചെയ്ത് അധികം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക് ഫ്ലവർ തരാനായിട്ട്. കണ്ട ഈ ഒരു സൈസ് നമുക്ക് വരുന്നുണ്ട് 150 പ്ലാന്റുകളിൽ. ചിലർക്ക് പേടിയുണ്ട് സീഡ്ലിങ്സ് കൊണ്ടുപോയിട്ട് അത് പിടിക്കോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റുകളാകുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. സീഡ്ലിങ്സ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പിടിച്ചിട്ട് റൂട്ടുള്ള പ്ലാന്റുകളൊക്കെ തന്നെയാണ്. അപ്പോൾ 150 പ്ലാന്റുകൾ നമ്മൾ ഈ ഒരു സൈസിൽ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ അതൊന്ന് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.